മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബസ് കാത്തുനിന്ന യുവതിയെ ബസ്സിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. പൂനെ സ്വർഗേറ്റ് MSRTC ഡിപ്പോയിലാണ് പീഡനം നടന്നത്. സതാറയിലേക്ക് പോകാനായി ബസ് കാത്തുനിന്ന 26-കാരിയാണ് രാംദാസ് ഗാഡെ എന്ന 37-കാരൻ പീഡിപ്പിച്ചത്. താൻ കണ്ടക്ടറാണെന്നും സത്താറയിലേക്കുള്ള ബസ് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചാണ് ദത്താത്രേയ രാംദാസ് ഗാഡെ യുവതിയെ ബസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ബസ്സിൽ വെളിച്ചമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ യാത്രക്കാരെല്ലാം ഉറങ്ങുകയാണെന്നാണ് മറുപടി നൽകിയത്. ബസ്സിലേക്ക് കയറിയ യുവതിയെ ബസ്സിനകത്തേക്ക് വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് പ്രതി സ്ഥലത്തു നിന്നും കടന്നുകളഞ്ഞു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതി ദത്താത്രേയ രാംദാസ് ഗാഡെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഒളിവിൽ പോയ പ്രതിക്കായി 8 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പൂനെ സിറ്റി പോലീസ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ദത്താത്രേയ രാംദാസ് ഗാഡെ മോഷണ കേസുകളിലെയും ക്രിമിനൽ കേസുകളിലെയും സ്ഥിരം പ്രതിയാണ്. സംഭവത്തിന് പിന്നാലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പൂനെ സ്വർഗേറ്റ് MSRTC ഡിപ്പോ ഓഫീസ് ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ അടിച്ചു തകർത്തു. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.